ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദ, 50 ഗ്രാം ബട്ടർ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 3 ടീസ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, കൂടെ തന്നെ ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ പുറത്ത് വെച്ച് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ബട്ടറും മുട്ടയും കൂടി മൈദയിലേക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 1/4 കപ്പ് വെള്ളം മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളൂ. ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കുക. ഞാനിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം, സവാള, പച്ചമുളക്. ഞാൻ ക്യാപ്സിക്കം പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സവാളയും പകുതിയാണ് എടുത്തത്. പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചിക്കനാണ് കൂടുതലായിട്ട് വേണ്ടത്. മറ്റുള്ള മസാലകളൊന്നും കൂടുതലായിട്ട് വേണ്ട. അങ്ങനെ ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ചില്ലി ഫ്ലെക്സ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പാപ്രിക്ക പൗഡർ ഇല്ലാത്തവർ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ടും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്കിത് കഴിക്കുന്ന സമയത്ത് പിസ്സയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതുപോലെ 8 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഞാനിവിടെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് കൂടി ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്ലൈസ്ഡ് ചീസൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൽ കാണുന്നത് പോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർക്കുന്ന സമയത്ത് ഇളകി വരാൻ സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിൽ ഒരുപാട് അധികം ചൂടാകാൻ പാടില്ല, അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറിലായിട്ട് വന്നാൽ മതി. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.